ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൊബൈൽ കളക്ഷൻസ്. ഇന്ന് ഞാനൊരു പർച്ചേസിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഇന്നത്തേത് ഒരു സോളോ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് തന്നെ യാത്ര ആരംഭിക്കുകയാണ്. സോളോ ട്രിപ്പാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് ഇന്ന് എൻ്റെ ട്രാവലിംഗ് പാർട്ട്ണറായിട്ട് കൂടെയുള്ളത്. അങ്ങനെ സമയം ഉച്ചയായി. അമ്മ തന്ന ഈ നാരങ്ങച്ചോറാണ് ഇന്ന് എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ഞങ്ങൾ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഇതിന് പേരൊന്നും എനിക്കറിയില്ല, എന്നാലും ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണെന്ന്. ഈ സ്ഥലം എത്തുന്നതിന് മുന്നേ എല്ലാവരും ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കും വീഡിയോ എടുക്കാൻ. എനിക്ക് അത്രയ്ക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജനലിലൂടെയാണ് വീഡിയോ എടുത്തത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ റൂമിലെത്തി. ഒരു നീണ്ട യാത്രയായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വളരെ ടയേർഡാണ്. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഇതെൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ പർച്ചേസിന് വേണ്ടി പോകുന്ന ഡേറ്റാണ്. അങ്ങനെ രാവിലെ തന്നെ ഫ്രഷായി ഒരു ചായ കുടിച്ച് പർച്ചേസിന് ഇറങ്ങി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടിയൊക്കെ കുറവായിരുന്നു. പിന്നെ ഷോപ്പിലെത്തി പർച്ചേസ് ചെയ്തു. പക്ഷേ അവിടെ വീഡിയോസും ഫോട്ടോസ് എടുക്കാനുള്ള പെർമിഷനൊന്നുമില്ല. പക്ഷേ തിരിച്ച് വരുമ്പോഴത്തേനും നല്ല വെയിലായി, നട്ടുച്ചയായി. റോഡിലൊന്നും ആരുമില്ല. എന്താ പറയുക, നല്ല വെയിലാന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിലായിരുന്നു. അങ്ങനെ നടന്ന് ഞാൻ റൂമിലെത്തി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഇതാ ഈ ഒരാളുള്ളതുകൊണ്ട് സമയം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ സിനിമയും കണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് വൈകുന്നേരമായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണവും വൈകുന്നേരത്തെ ചായയും എല്ലാം. അങ്ങനെ രാത്രി 10 മണിയായപ്പോൾ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു. കാരണം ട്രെയിന് പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് 4 മണിക്കേ ഉള്ളൂ. അങ്ങനെ രാത്രി ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ മെല്ലെ റൂം വെക്കേറ്റ് ചെയ്തു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ് റോഡ് ഫുള്ള്. സാധാരണ ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാറ്. പക്ഷേ ഇന്ന് സമയം ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ബസ് വന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ബസ്സിൽ ഓടി കയറി. തമിഴ്നാട്ടിൽ ചില ബസ്സിലൊക്കെ ലേഡീസിന് ടിക്കറ്റ് ഫ്രീയാണ്. അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറി. ഇത് അവിടുത്തെ ഒരു രാത്രിയത്തെ മാർക്കറ്റാണ്. ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഒരുപാട് മുല്ലപ്പൂവൊക്കെ ഉണ്ട് അവിടെ. എത്ര പേരാണ് അവിടെ രാത്രി കച്ചവടം ചെയ്യുന്നതെന്ന് അറിയാമോ? അങ്ങനെ മെല്ലെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അതാ ഒരമ്മമ്മയും അമ്മച്ചനെ സ്നേഹിച്ചു നിൽക്കുക. അവരുടെ സ്നേഹത്തിൽ കട്ടുറുമ്പാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ തറയിൽ അങ്ങോട്ട് കുത്തിയിരുന്നു. അങ്ങനെ ബാക്കി ഇതൊന്ന് വായിച്ച് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മെല്ലെ കുറച്ചും കൂടി വായിച്ച് ഇങ്ങനെ തീർത്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഹൈക്കോടതിത്തെ വക്കീലാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ച് നിന്ന് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ നമുക്ക് ട്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ നേരം വെളുത്തു. ഇതൊരു പുലർച്ചെ സമയത്ത് എടുത്ത വീഡിയോ, പക്ഷേ അത്ര അങ്ങോട്ടൊന്നും ക്ലിയർ ആകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ പാലക്കാടെത്തി. പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും ചായ വന്നു, ചായയും വടയൊക്കെ കുഴിച്ചു. അങ്ങനെ ഉച്ച സമയമായപ്പോഴത്തേനും നമ്മൾ നാട്ടിലെത്തി. എവിടെയൊക്കെ പോയി വന്നാലോ കോഴിക്കോട് കാല് കുത്തുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടോ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ഇതേ എൻ്റെ നാട്ടിലേക്കുള്ള ബസ് വരുന്നു. അങ്ങനെ വേഗം ബസ്സിലേക്ക് ഓടിച്ചാടി കയറി. അങ്ങനെ ബസ്സിലൊക്കെ കയറിയിരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമ്മളെ നാട്ടിലേക്ക് ഇതാ കാല് കുത്താൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, എത്ര ദൂരെ പോയി വന്നാലും നമ്മുടെ നാട്ടിലെ കാല് കുത്തുമ്പോൾ കിട്ടുന്നൊരു ഫീല് അതൊന്ന് വേറെ തന്നെയാണെന്ന്. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് ഞാൻ എൻ്റെ നാട്ടിൽ തിരിച്ചെത്തുന്നത്. അങ്ങനെ ഇതാണ് എൻ്റെ നാട്. അപ്പോൾ ബൈ ഗൈസ്.